ഇനി ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക് പോയാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന സ്പാനിഷ് കോച്ച് ഡേവിഡ് കറ്റാല ആരാണ്? ഒരു കിരീടമെന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സ്വപ്നം പൂവണിയിക്കാൻ തന്ത്രങ്ങളുണ്ടോ കറ്റാലയുടെ മനസ്സിൽ? രുചീഷ് രവീന്ദ്രൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസൺ കൂടി കടന്നു പോവുകയാണ്. ISL-ൽ 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് മാത്രമല്ല, ആരാധക കൂട്ടമായ മഞ്ഞപ്പടയുടെ എതിർപ്പും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായിരുന്നു. അതിന് പ്രായശ്ചിത്തം ചെയ്യുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്. ഇത്തവണ ആരാധകരുടെ പ്രിയ പരിശീലകൻ ഇവാൻ വുകോമനോവിച്ച് തിരിച്ചു വരുമോ എന്ന ആകാംക്ഷയ്ക്കെല്ലാം അവസാനമാവുകയാണ്. പുതിയ പരിശീലകൻ ഡേവിഡ് കറ്റാല ഉടൻ ടീമിനൊപ്പം ചേരും. ഒരു വർഷത്തേക്കാണ് സ്പാനിഷ് പരിശീലകനുമായി കേരള ബ്ലാസ്റ്റേഴ്സ് കരാറിലേർപ്പെട്ടിരിക്കുന്നത്. ആരാണ് ഈ ഡേവിഡ് കറ്റാല? എന്തുകൊണ്ട് വീണ്ടും വിദേശ പരിശീലകൻ? കളിക്കാരനായിരുന്ന കാലത്ത് പ്രതിരോധ താരമായിരുന്ന ഡേവിഡ് കറ്റാല സ്പെയിനിലെയും സൈപ്രസിലെയും ലീഗുകളിൽ 500-ലധികം പ്രൊഫഷണൽ മത്സരങ്ങൾ കളിച്ച താരമാണ്. പിന്നീടാണ് പരിശീലക കരിയറിലേക്ക് കടക്കുന്നത്. പരിശീലകനായും മികച്ച നേട്ടങ്ങൾ, മികച്ച ട്രാക്ക് റെക്കോർഡ്. സൈപ്രസിലെയും ക്രൊയേഷ്യയിലും 1ാം ഡിവിഷൻ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച ഡേവിഡ് കറ്റാല സ്പാനിഷ് ലീഗ് 3ാം ഡിവിഷനിലെ സതബൽ ക്ലബിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. ISL-ലെ നിരാശ മാറ്റാൻ ഏപ്രിലിൽ നടക്കുന്ന സൂപ്പർ കപ്പ് ലക്ഷ്യമിട്ട് ഡേവിഡ് കറ്റാല ഉടൻ ടീമിനൊപ്പം ചേരും. ഫുട്ബോളിനെ ഓരോ ശ്വാസത്തിലും സ്നേഹിക്കുന്ന കേരളത്തിലെ ആരാധകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഡേവിഡ് കറ്റാലയുടെ ആദ്യ പ്രതികരണം വരുന്നത്. വലിയ അംഗീകാരമെന്നും അഭിമാനമെന്നും ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ. ISL-ലെ 11 സീസണുകളിലും കിരീടമില്ലാതെ മടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഇനിയുള്ള പ്രതീക്ഷയാണ് സൂപ്പർ കപ്പ്. കൊച്ചിയിൽ നിന്ന് കൊഴിഞ്ഞുപോയ ആരാധക കൂട്ടത്തെ തിരികെ എത്തിക്കാൻ പുതിയ പരിശീലകന് സാധിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. നിറഞ്ഞു കവിഞ്ഞു കാണാറുള്ള കൊച്ചി സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഹോം മത്സരം കാണാനെത്തിയത് 3500-ലധികം കാണികൾ മാത്രം. മഞ്ഞപ്പടയുടെ പിണക്കം മാറ്റാൻ ഇതുവരെ ഒരു നടപടിയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തുടങ്ങിയിട്ടില്ല. പുതിയ പരിശീലകനെത്തി ടീം അഴിച്ചു പണിയുമ്പോഴെങ്കിലും ആരാധക കൂട്ടം തിരിച്ചെത്തുമോ എന്ന് കാത്തിരിക്കാം.